ഹായ്, ഇത് നമ്മുടെ കോട്ടയം മൂനുപ്പള്ളിയുള്ള നമ്മൾ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് കേട്ടോ. 3000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടാണിത്. ഇതിൽ വരുന്നത് 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ നിങ്ങൾ എലിവേഷനിൽ കണ്ട അതേപോലെ വലിയൊരു പൂമുഖം, ഫ്രണ്ട് സൈഡിലായിട്ട് കാർ പോർച്ച്, പിന്നെ ഒരു ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ, മിഡിലായിട്ട് വലിയൊരു ഹാളും ഒരു കോർട്ട്യാർഡും. ഇതിൻ്റെ ഹാളിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് 20 അടി വീതിയും 40 അടി ലെങ്ത്തും കേട്ടോ ഹാള് മാത്രം വരുന്നത്. അതായത് ഒരു 800 സ്ക്വയർ ഫീറ്റ് ഹാള് മാത്രമായിട്ട് വരും. അതേപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ടാണ് വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഹൈറ്റ് 12 അടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ട്രക്ചർ ഷീറ്റുകളാട്ടോ അപ്പോൾ നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചത്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ചുമര് ഇപ്പോൾ എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടാണ് ഉള്ളതെന്നുള്ളത്. ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ 100% ഒരേ ലെവൽ ഒരേ ഫേസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇല്ലായൊന്നുമില്ല, ചെയ്യാൻ പറ്റും. മൈവൻ ടെക്നോളജിയിൽ ചെയ്യണ മാതിരി അലുമിനിയം ഷട്ടറിങ് ആക്കേണ്ടി വരും. ഒറ്റയടിക്ക് നമ്മൾ 10 അടി ഹൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിനിഷിങ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ആ രീതിയിൽ സ്ട്രക്ചറിൻ്റെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു വീടിന് അതിൻ്റേതായ എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ പൈസയൊന്നും നമ്മൾക്ക് ഈ ഒരു വീട് പണി കേരളത്തിലെടുത്തിട്ട് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പോണില്ല. ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ 800 രൂപയ്ക്ക് തുടങ്ങിയ ആൾക്കാരല്ലേ, ദിനം പ്രതി ഇത് കൂട്ടി ഇപ്പോൾ എത്രയിലാണ് എത്തി നിൽക്കണമെന്ന് ചോദിച്ചിട്ട്. ഇപ്പം നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് 1400 രൂപയാണ് ചാർജ് ചെയ്യണത്. ഇതേ സെയിമിലുള്ള കോൺക്രീറ്റ് വാൾ, ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബും, അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളത്തെ വയറിങ്ങും ഇൻസൈഡ് പ്ലംബിങ്ങും ഇത്രയും ഉൾപ്പെടുത്തിയിട്ട് കട്ട്ള ജനലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ 1400 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് പറയണത്. ഇപ്പം ഞങ്ങൾ ഈ പറയുന്ന റേറ്റിൽ ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്കുണ്ട്. ഓൾറെഡി ഈ ഒരു വർഷം ഡിസംബർ വരെ ചെയ്ത് തീർക്കാനുള്ള പ്രൊജക്റ്റ് ഓൾറെഡി നമ്മൾ കമ്മിറ്റഡാണ്. അതും കൂടാണ്ട് നമ്മൾ ഈ 800 രൂപയിൽ നിന്ന് ഈ 1400 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളത്, അതായത് ഇതിൻ്റെ പ്രൈസിലൊരു റേറ്റിൻ്റെ വ്യത്യാസം മാത്രമുള്ള വീഡിയോസ് മാത്രം കാണുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. ഒരു വർഷം അല്ലെങ്കിൽ 8 മാസം മുന്നേ എൻ്റെ വീട് ജപ്തിയായി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം 800 രൂപയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടാണ്. അന്നും ഇന്നും കോസ്റ്റിൽ കുറച്ചും കൂടി റേറ്റ് കൂടുക എന്നല്ലാണ്ട് മെറ്റീരിയൽസിന് ഒരിക്കലും കമ്മിയായിട്ടില്ല. നമ്മൾ ആ 800 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു വ്ളോഗറെ വെച്ച് ആൾക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ആഡുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സംരംഭം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 4 വ്ളോഗ് അല്ലാണ്ട് പിന്നെ എനിക്ക് വേറൊരാളെ വെച്ചിട്ട് ഈ വീഡിയോ വെച്ചിട്ട് എനിക്കൊരു വർക്ക് പിടിക്കേണ്ട ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 300 സംതിങ് വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ നല്ല ആൾക്കാർ, ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർ ഇപ്പോഴും നമ്മളെ വിളിച്ചിട്ട് വീടുകൾ ചെയ്യാനായിട്ട് ഏൽപ്പിക്കാറുണ്ട്. ആ ഒരൊറ്റ ഇത് മാത്രം മതി നമ്മളെ ഈ സംരംഭം എനിക്ക് എൻ്റെ കാലശേഷം വരെ കൊണ്ടുപോകാനുള്ള അത്രയും വർക്കുകൾ നമ്മൾക്ക് നമ്മളെ ഫോളോവേഴ്സിൽ നിന്ന് മാത്രം കിട്ടും. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ട്രക്ചറും നമ്മൾ വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടും മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്ന വീട് സാധാരണക്കാരന് വേണമെന്നുണ്ടെങ്കിൽ പ്രൈമർ അടിച്ച് താമസിക്കാം. അതല്ല ഇതുപോലെ നല്ലൊരു വീട് വെക്കണ ആൾക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ലൊരു വീട് എന്ന് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ മുകളിലത്തെ നിങ്ങൾ ആ ടൈൽ റൂഫിങ് കണ്ടിട്ടുണ്ടാവും. ആ ടൈൽ റൂഫിങ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വീട്ടിൽ കയറി കടന്നുറങ്ങാം, പറ്റില്ലേ? അപ്പോൾ ആ ടൈൽ റൂഫിംഗ് എന്നൊക്കെ പറയണത് ഈ ഒരു വീടിൻ്റെ എലിവേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്യണതാണ്. അതുകൂടാണ്ട് ആ ടൈൽ റൂഫിംഗ് വരുന്ന സമയത്ത് നമ്മൾക്ക് വീടിൻ്റെ ചൂടും നന്നായി കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈവുഡുകളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ഒരുപാട് പൈസ പല രീതിയിലും പോയിട്ടുണ്ട് ഈ സ്ട്രക്ചറിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട്. ഇതൊന്നും ഇപ്പോൾ ഈ ഒരു വീട് പണിക്ക് തരണ പൈസ മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇപ്പോൾ ഞാൻ മേടിക്കണ ഈ ഒരു റേറ്റിന് 1400 രൂപ ഈ ഒരു സ്ട്രക്ചറിന് എനിക്കിത് ഈ വീട് തീരുന്ന സമയത്ത് 1 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കാണ്ട് എനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഇത് തീർത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കാരണം ഇത്രയും ഒരു ലാഭം ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നാണോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി ചിന്തിക്കണം. കാരണം ഇപ്പോൾ ഈ ഒരു വീട് വെക്കണ മാതിരി കേരളത്തിൽ 4 വീടാണ് ഞാൻ ഒരേ സമയം ഇതേപോലെ ചുമരിൻ്റെ വർക്കുകൾ എടുക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്രൊജക്റ്റ്, ഇത് മൂനുപ്പള്ളി. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹാള് ഭയങ്കര വലുപ്പമായ കാരണം കൊണ്ട് നമ്മൾ ഈ വലിയൊരു ഭിത്തി നൽകിയിരിക്കുന്നത് 5 ഇഞ്ച് തിക്നെസ്സിലാണ്.
കാരണം ഇത്രയും വലിയൊരു ഓപ്പൺ ഹാളായ കാരണം കൊണ്ട് ആ ഒരു സൈഡത്തെ ഫുള്ള് ചുമരും 5 ഇഞ്ചിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത പ്രൊജക്റ്റ് ഇവിടെ അടുത്ത് നടക്കുന്നത്, ചുമര് വെക്കണ പ്രൊജക്റ്റ് നടക്കുന്നത് കാഞ്ഞിരമറ്റാണ്, എറണാകുളം ജില്ലയിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കോടാണ് പിന്നെ നമ്മളെ 3ാമത്തെ പ്രൊജക്റ്റ് നടക്കുന്നത്. 4ാമത്തെ പ്രൊജക്റ്റ് നടക്കുന്നത് കണ്ണൂരും. ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ ഇതേപോലെ ഭിത്തികളാണ് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് ഒരു മാസം കൊണ്ട് നമ്മൾ തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് 4 വീടിൻ്റെ സ്ട്രക്ചർ പൂർത്തിയാവുമെന്നാണ് അർത്ഥം. സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 ടീമാണ് ഇതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യണത്. ഒരെണ്ണം ഇപ്പോൾ ചേർത്തലയിൽ ഇപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ മെയിൻ സ്ലാബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വേറൊരെണ്ണം ഇപ്പോൾ 2020 കിഴക്കമ്പലം, എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 ഇപ്പോൾ ഒരു മെയിൻ സ്ലാബ് അടിച്ചുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് അതിൻ്റെ മെയിൻ സ്ലാബ്. അപ്പോൾ 4 ടീം ചുമര് വെച്ച് പോണതിൻ്റെ പിന്നാലെ നമ്മൾക്ക് 2 ടീമേലും മിനിമം ഉണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഓരോ മാസത്തിൽ ഈ ബാക്കിയുള്ള 4 വീടും മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് പറ്റുക. അതും കൂടാണ്ട് നമ്മൾ ഒരു ടീം ഇപ്പോൾ കട്ടപ്പനയിൽ നമ്മളെ പുതിയ പ്രൊജക്റ്റിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ 2 ദിവസമായിട്ട് ഇടുക്കിയിലായിരുന്നു. ഇടുക്കി കാന്തല്ലൂർ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്, വില്ല പ്രൊജക്റ്റാണ്, അവിടെ ആയിരുന്നു. അതുകൂടാണ്ട് ഇടുക്കി തന്നെ മാങ്കുളത്ത് നമുക്ക് ഇതേപോലെ ഒരു റിസോർട്ടുണ്ട്. ഞാൻ ഇന്നലെ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ സെറ്റിംഗ് ഔട്ടിലായിരുന്നു. ഇനി നാളെ നമ്മൾ പിറവത്ത് ഇതേപോലെ ഒരു പുതിയൊരു വീടിൻ്റെ സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേഷനായിട്ട് പോയോണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്കൊരു മാസത്തിൽ 4 വീട് വെച്ച് തീരുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു ബുക്കിംഗ് പ്രോസസ്സ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു വീട് കഴിയുമ്പോൾ ഇത്രയും ദൂരങ്ങളിൽ പോയിട്ട് അങ്ങോട്ട് പോയി വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഈ വീട് വെക്കണ ആൾ നമ്മളെ വർക്കേഴ്സിന് നിൽക്കാനായിട്ട് ഒരു അക്കോമഡേഷൻ റെഡിയാക്കണം. കറണ്ട്, വെള്ളം, വഴി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾ ശരിയാക്കണം. ബേസ്മെൻറ്റ് ആളിടുന്നതാണെന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് അവർ ഇട്ടേക്കണം. അതല്ല നമ്മളാണ് ബേസ്മെൻറ്റ് ഇടുന്നത് വെച്ചാൽ ബേസ്മെൻറ്റ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഈ സൗകര്യങ്ങളൊക്കെ ആൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫുൾ കൺഫേം ആവാനായിട്ട് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാർ അവരോട് നമ്മൾ പറയാറുണ്ട് നമുക്ക് ബുക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. ആ ബുക്കിംഗ് പ്രോസസ്സ് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസംബർ വരെ നമ്മൾക്ക് ഓൾറെഡി വർക്ക് കമ്മിറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ബുക്കിംഗ് പ്രോസസ്സിൽ നമ്മൾക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് ബുക്കിംഗ് ആയിട്ട് എമൗണ്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ആ പ്രാന്തൻ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയെന്നുള്ളത് വിചാരിക്കുന്നു. കാരണം ഒരു മാസത്തിൽ 4 വീടിൻ്റെ ഭിത്തികൾ തീർക്കണ, അല്ലെങ്കിൽ 4 വീടിൻ്റെ ഭിത്തികൾ തീരുന്നതിനോട് അനുബന്ധമായിട്ട് തന്നെ അതിൻ്റെ മെയിൻ സ്ലാബും കഴിഞ്ഞു പോകുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ടീമാണ്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു മാസം പുതിയ 4 ബുക്കിങ്ങോളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിട്ടണ ഒരു എമൗണ്ടാണ് എൻ്റെ അമ്മൂൻ്റെ സാലറി. ഞങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങളും അതിന്ന് കിട്ടണ ചില മാസങ്ങളിൽ ബുക്കിംഗ് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടണ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ പരീക്ഷണങ്ങളും ഇതിന് വേണ്ടി ഉള്ള എല്ലാ പൈസയും നമ്മൾ സ്പെൻഡ് ചെയ്യണത്. അങ്ങനെ കിട്ടുന്ന ഒരു എമൗണ്ട് കൊണ്ടാണ്. ഞാനിത് ഇത്രയും നീട്ടി വിശദമായിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചില ആൾക്കാരെ വിചാരം നമ്മളിത് 800 രൂപയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ റേറ്റ് കൂട്ടി 1400 രൂപയാക്കിയപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരുപാട് ലാഭം ഉണ്ടെന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ ഒരു വിചാരം. അതിന് ചില ആൾക്കാർ ഈ ഒരു പഴയ വീഡിയോ കാണുമ്പോൾ നമ്മളോട് ഇതിൽ ചോദിക്കാറുമുണ്ട്, നിങ്ങൾ ആ പഴയ റേറ്റിന് നമുക്ക് ചെയ്തു തരുമെന്ന്. അതും കൂടാണ്ട് ചില ബുക്കിംഗ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്ത ആൾക്കാരത് ഈ ഒരു വർഷമാണ് ചെയ്യണിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ എത്രയാണോ അവർക്ക് റേറ്റിന് ബുക്ക് ചെയ്തത് ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020 നമ്മൾ ചെയ്യണത് നമ്മളെ പഴയ ബുക്കിങ്ങാണ്. അന്നത്തെ ബുക്കിങ്, അന്നത്തെ എഗ്രിമെൻറ്റിൽ എത്രയാണോ അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയുടെ ബുക്കിംഗ് ആയിരുന്നു. അത് ആ ഒരു പ്രൈസിനാണ് ഇപ്പോൾ ഇവിടെ 1400 ഞാൻ വേറെ ചെയ്യണ സമയത്തും ഞാനത് ചെയ്യണത്. പിന്നെ അന്നത്തെ ബുക്കിങ്ങിൽ നമ്മളതിൽ ഇലക്ട്രിക്കലിൻ്റെ വയറിങ്ങും ഇൻക്ലൂഡിങ് പ്ലംബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പൈസ കൂട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നത്, ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണാൻ തന്നെ എത്രയും ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും ഉണ്ട്. ഇവരൊന്നും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇതിൽ ഇത്ര രൂപ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരൊക്കെ ഈ രീതിയിലേക്ക് മാറാൻ ഇപ്പം ഞാൻ എഫേർട്ട് എടുക്കണ പോലെ സൈറ്റിൽ പോയി പണിയെടുക്കണം എന്നും കൂടി ഇല്ല. അപ്പോൾ ഈ റേറ്റ് കൂട്ടിയില്ലെന്ന് ചോദിക്കണ വിദ്വാന്മാർ അതൊന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് എത്ര ആൾക്കാർ, എത്ര എൻജിനീയേഴ്സ്, ചില സാധാരണക്കാരൊക്കെ നമ്മളെ രീതിയിൽ കണ്ടിട്ട് അവർ സ്വന്തമായിട്ട് വീടുകൾ വെക്കുന്നുണ്ട്, നമ്മളോട് അഡ്വൈസ് ചോദിക്കാറുണ്ട്. ഞാൻ അതിനവരെ സപ്പോർട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നിട്ടൊരു ആർക്കിടെക്റ്റ് വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ഇത് കണ്ടു പഠിക്കാനാണ് പറഞ്ഞത്. നമ്മളൊരു ചെയ്ത വീടുണ്ട്, നിങ്ങൾ അവിടെ പോയി കണ്ടോളൂ എന്നും പറഞ്ഞു. അപ്പോൾ ലാഭമുള്ള ബിസിനസ് തുടങ്ങാൻ കേരളത്തിലെല്ലാവരും മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ലാഭമാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കിത് ലാഭമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസ് തുടങ്ങിയിട്ട് സമ്പാദിക്കാം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ശമ്പളം എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെ ഞങ്ങളിത് റൺ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മു രാപകലില്ലാണ്ട് ഓടണു.
കേരളത്തിൻ്റെ ആ തല മുതൽ ഈ തല വരെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ. രാത്രിയും പകലും നമ്മൾ ഓടി എത്തി, എല്ലാ സൈറ്റിലും നമ്മൾ എത്തി. ഈ പല ജില്ലകളിലും നടക്കുന്ന വർക്കിൻ്റെ എല്ലാം ഞാനും അവളും പാടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പകലെന്ന് വേണമെങ്കിൽ പറയാം, ഉറക്കമില്ലാണ്ട്. കാരണം രാത്രിയും പകലും ഓൾറെഡി 9-10 മണി വരെ നമ്മളെ സൈറ്റിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയും പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭമാവും. കാരണം 8 പ്രോജക്റ്റിൽ ഇപ്പോൾ നമ്മൾ ആൾക്കാർ നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടാണ്ട് നമ്മൾ ഓരോ പ്രോജക്റ്റുകളും മെയിൻ സ്ലാബ് കഴിഞ്ഞത് അങ്ങനത്തതൊക്കെ ആയിട്ട് ഇടവിട്ട് നമ്മൾ പോകേണ്ട സൈറ്റുകളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ തല മുതൽ ആ തല വരെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അല്ലാണ്ട് ഒരേ സ്ഥലത്ത് നമുക്ക് ഈ വർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ലാഭവും നഷ്ടവും എത്രയെന്നുള്ളത് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കൂടുതൽ വിശേഷവുമായി പിന്നെ വരാം.